ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം 2-ാമത്തെ അധ്യായം. അതിൽ 8-ാമത്തെ അധ്യായം പാഠ്യം 6-ാമത്തെ ഭാഗം. ധർമ്മസ്വനുഷ്ഠിത പുംസാം വിശ്വക്സേന കഥാസുയ നോത്പാദയേദ്യതിരതിം ശ്രമയേവ ഹി കേവലം. ഇതിൽ അനുഷ്ഠിത നന്നായിട്ട് ചെയ്യുക എന്ന് സാരം. അനുഷ്ഠാനം എന്നുള്ളത് സ്വതവേ ഈ എല്ലാ ദിവസവും ഒരേ സമയത്ത് ഒരേ പ്രവൃത്തികൾ, ദേഹത്തിൻ്റെ മനസ്സിൻ്റെ കടമകൾ, ഇങ്ങനെ ചിലത് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതുണ്ട്. അതിനെ അനുഷ്ഠാനം എന്ന് പറയും. അത് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നു അത് ആചാരം എന്ന് പറയും. അപ്പോൾ ആചാരം അനുഷ്ഠാനമായിട്ട് ചെയ്യുക, അതേപോലെ തന്നെ അനുഷ്ഠാനത്തെ ആചാരമായിട്ടും ചെയ്യണം. നമ്മൾ ബ്രാഹ്മണനാണെങ്കിൽ ബ്രാഹ്മണൻ്റേതാവണം ആചാരം. അത് നിർബന്ധമായിട്ട് ചെയ്യുകയും വേണം അനുഷ്ഠാനമായിട്ട്. അതേപോലെ തന്നെ മറ്റൊരു വിഭാഗമാണ് എങ്കിൽ ആ വിഭാഗത്തിനനുസരിച്ചുള്ള ആചാരങ്ങളെ വേണം ചെയ്യാനായിട്ട്. കാരണം അത് മറ്റുള്ളവരെ ബാധിക്കും. മറ്റുള്ളവരെ ബാധിക്കുന്നത് ആചാരമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് ലോകഹിതത്തിന് എതിരാണ്. അതുകൊണ്ട് സ്വ അനുഷ്ഠിതം, അപ്പോൾ ആചാരമായി അനുഷ്ഠാനമായി. അവനവൻ ചെയ്യേണ്ടതെന്തോ അത് കടമ പോലെ ചെയ്യണം. മാത്രമല്ല അന്യന് അഹിതമാവുകയും പാടില്ല. 3 ഹിതം ഉണ്ട്. ഒന്ന് സ്വന്തം ഹിതം, അവനവൻ്റെ ജീവൻ്റെ ഹിതം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ പാടുള്ളൂ എന്നതാണ് ഹിതം. അപ്പോൾ ഹിതമായതേ സ്വീകരിക്കാവൂ, ഹിതമായതേ കൊടുക്കാവൂ. അതേപോലെ തന്നെയാണ് ഈ ഈശ്വരന് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് നാം ചെയ്യുന്നതെങ്കിൽ അത് ഈശ്വരന് അഹിതം തന്നെയാണ്. അപ്പോൾ അത് പാടില്ല. അപ്പോൾ എൻ്റെ ഹിതം ഈശ്വരൻ്റെ ഹിതം. ഇനി അതേപോലെ തന്നെ നമ്മുടെ സംഘം, അന്യന്, അതിപ്പോൾ വ്യക്തികൾക്ക് മാത്രമല്ല, മനുഷ്യന് മാത്രമല്ല, തിര്യക് ജാതിക്കായാലും ശരി, സസ്യങ്ങൾക്കായാലും ശരി, പ്രാണിവർഗത്തിനായാലും ശരി, നമ്മിൽ നിന്നും പുറമേക്ക് വരുന്ന ഈ മനസാ വചസ കർമ്മണ, ഈ കൊടുക്കലുകൾ മുഴുവൻ അവർക്ക് ഹിതമാവണം. അപ്പോൾ 3 ഹിതം വേണം. ദേവഹിതം, ലോകഹിതം, ജീവഹിതം, എൻ്റെ തന്നെ ഹിതം. ജീവഹിതം, ലോകഹിതം, ദൈവഹിതം, ദേവഹിതം, ഇത് ആവണം. അങ്ങനെ വേണം എന്ത് സ്വ ആചാരം അനുഷ്ഠാനമായിട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ധർമ്മ, അത് ധാർമ്മികമായിട്ട് വേണം ചെയ്യാനായിട്ട്. ഈ തപസ്സായിട്ടും ശുദ്ധിയോടുകൂടിയും ദയയോടു കൂടിയിട്ടും സത്യസന്ധമായിട്ടും. അങ്ങനെ ആരാണോ ധർമ്മം ചെയ്യുന്നത് ആ പുംസാം, അങ്ങനെയുള്ള ജീവനുകൾക്ക് വിശ്വക്സേന കഥാസു, ഭഗവാന്റെ കഥകളെ, അത് ഇന്നത് എന്നില്ല, വിശ്വക്സേനൻ എന്നുള്ള സ്വതവേ പാർഷദന്മാരിൽ മുഖ്യനായിട്ടുള്ള എന്ന ഭാവമാണ്. വിഷ്ണു പാർഷദിൽ മുഖ്യൻ വിശ്വക്സേനൻ, അങ്ങനെയാണ്. അപ്പോൾ വിശ്വക്സേന കഥാസു എന്നുള്ളത് വിഷ്ണുവിനാൽ ഉണ്ടാക്കപ്പെട്ടതായിട്ടില്ല. അതായത് വിഷ്ണു സകല സ്വരൂപം സ്വീകരിച്ചു വരുമ്പോൾ അതൊരു വിശ്വക്സേന ഭാവ, മുഖ്യഭാവമാണ്. ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ കൃഷ്ണൻ, സകല സ്വരൂപനിൽ ഏറ്റവും മാക്സിമം കൃഷ്ണൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇനി കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. അല്ല, ഋഷഭനായാലും ശ്രീരാമനായാലും മാക്സിമത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ നരസിംഹെടുത്താലോ അത് പറയാനില്ല. അപ്പോൾ അതിന് ഏറ്റക്കുറച്ചിലുണ്ടെന്നല്ല, എങ്കിലും നമ്മൾ ഒരു സാമാന്യനെ എടുക്കുമ്പോൾ കൃഷ്ണനെ എടുക്കാറുണ്ടെന്ന് പറ്റിയുള്ളൂ. രാമനെ എടുക്കാതെ, അയ്യോ രാമനെ എടുക്കാണ്ട് എങ്ങനെയാണ് കൃഷ്ണൻ എടുക്കുക? രാമനല്ലേ ആദ്യം ഉണ്ടായത് എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ ഒക്കെ ഒന്ന് തന്നെയാണ്. നേന്ത്രപ്പഴത്തിൻ്റെ ഏത് ഭാഗമാണ് ഏറ്റവും നല്ലത്? അങ്ങനൊരു ചോദ്യമില്ല. ഈ കൃത്രിമമായിട്ടോ വളട്ടിട്ടോ അല്ലെങ്കിൽ മറ്റേ ഇഞ്ചക്ഷൻ ചെയ്തിട്ടോ ആ നേന്ത്രപ്പഴത്തിൻ്റെ അല്ല കേട്ടോ. നല്ല നാടൻ നേന്ത്രപ്പഴത്തിലെ, ഒരു നേന്ത്രപ്പഴത്തിൻ്റെ ഏത് ഭാഗമാണ് ഏറ്റവും നല്ലത്? കദളിപ്പഴം അത് തൊലി പൊളിച്ചിട്ട് 3 ഭാഗമാക്കാൻ പറ്റും. കദളിപ്പഴം 3 ഭാഗമാക്കാൻ പറ്റും. കദളിപ്പഴം ശാന്തിയോട് മുറിക്കാനൊന്നും പാടില്ല, നിയമമുണ്ട്. അത് ഈ 3 ഭാഗം ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ 3 അല്ലിയായിട്ട് കിട്ടും. യഥാർത്ഥത്തിലുള്ള കദളിയാണെങ്കിൽ, കദളി വർഗ്ഗങ്ങളുണ്ട്, ചില വാഴകളൊക്കെ കദളി വർഗ്ഗങ്ങളാണ്. അപ്പോൾ അത് തൊലി കളയുക. തൊലി കളഞ്ഞിട്ട് വെറുതെ കൈകൊണ്ട്, നല്ല പഴുത്ത പഴമാണ്, അല്ലെങ്കിൽ കിട്ടില്ല. പഴുത്ത പഴം വെച്ചാൽ അത് ഓറഞ്ചൊക്കെ അല്ലിയാക്കില്ലേ എന്ന കൂട്ടത്തിൽ അല്ലിയാക്കുമ്പോൾ 3 അല്ലിയായിട്ട് കിട്ടും. യഥാർത്ഥത്തിലുള്ള കദളി, അങ്ങനത്തെ കദളി വർഗ്ഗങ്ങളുണ്ട്. കദളി മാത്രമല്ല, അങ്ങനത്തെ കദളി വർഗ്ഗമുണ്ട്. 5-8 തരത്തിൽപ്പെട്ടതായിട്ടുള്ള പഴങ്ങളെ കിട്ടും.
ഇങ്ങനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ധർമ്മത്തെ ഇതേപോലെ ചെയ്യുന്നതായിട്ടുള്ള ഈ ജീവനുകൾക്ക് ഈ വിഷ്ണുവിൻ്റെതായിട്ടുള്ള ഏത് ഭാവമായാലും ആ ലീ ആ ഭാവം, ആ സകല സ്വരൂപം ചെയ്തതായിട്ടുള്ള ലീലകളിൽ ആ കർമ്മമില്ല ശരിക്കും, ലീലയാ ചെയ്തു കൂട്ടുന്നു, ചെയ്യുന്നത് മുഴുവൻ നമുക്ക് ചെയ്തു എന്ന് തോന്നുക. അതിന് വേണ്ടിയിട്ടാണ് കൃഷ്ണനെ ഗോപികമാരുടെ ഒപ്പം നിന്നിട്ട് കൃഷ്ണ വടക്കുഴി വിളിച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ട് എന്ന് പോലും തോന്നുകയാണെന്നാണ്. അപ്പം അത്രയും കൂടുതൽ ഗോപികമാർ സ്വീകരിക്കപ്പെടുന്നുണ്ട്, കൃഷ്ണനിൽ നിന്നും കൊടുക്കുന്നതാണ്. പക്ഷേ കൃഷ്ണൻ അവിടെ ചെന്ന് കൊടുക്കുന്നില്ല, മാറി നിന്ന് കൊടുക്കുക, അനുഭവിപ്പിക്കുകയാണ്. സൂര്യൻ നമ്മുടെ അടുത്ത് വരണില്ലല്ലോ, സൂര്യൻ്റെ രശ്മിയല്ലേ നമ്മുടെ അടുത്ത് വരണത്. നമുക്ക് പക്ഷേ സൂര്യനെ അനുഭവിക്കാൻ സാധിക്കണമെന്നല്ലേ നമ്മൾ പറയാറ്. തീയുടെ നാളം പ്രകാശമായിട്ട് നമുക്ക് കിട്ടണോ? നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാലോ തീ ഇങ്ങോട്ട് വന്നാലോ നമുക്ക് ചൂടല്ലേ ചെയ്യുക, നമ്മൾ ദഹിച്ചു പോലി, വെണ്ണീര് മാത്രം, അതും കൂടി കിട്ടാത്ത അവസ്ഥ വരും ചിലപ്പോൾ. അപ്പോൾ നമുക്ക് കൃഷ്ണനെ അപ്രാപ്യമാണ്. നമ്മൾക്ക് കൃഷ്ണനിൽ എത്തണമെങ്കിൽ നമ്മുടെ ഏത് ഭാവത്തിലെത്തണം? ഈ അഗ്നിഭാവത്തിലെത്തിയാൽ മാത്രമേ അഗ്നിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ സാധിക്കില്ല. അപ്പോൾ ഇവിടെ കൃഷ്ണകഥകളിൽ വിഷ്ണു കഥകളിൽ രതി മാക്സിമമാണ്. അതായത് അനുഭവിക്കുന്ന സുഖത്തിൻ്റെ മാക്സിമം, സച്ചിദാനന്ദത്തിൻ്റെ മാക്സിമം. സച്ചിദാനന്ദത്തിന് മാക്സിമം ഇല്ല, സച്ചിദാനന്ദം തന്നെ മാക്സിമം. ആ കൃഷ്ണകഥകൾ കേൾക്കുമ്പോൾ, വിഷ്ണു കഥകൾ കേൾക്കുമ്പോൾ, ഗുരുവായൂരപ്പൻ്റെ കഥകൾ കേൾക്കുമ്പോൾ സന്തോഷം ശരിക്കും വരുന്നുണ്ടെങ്കിൽ അതിനെ വിഷ്ണു രതി എന്നാ പറയുക, വിഷ്ണു കഥാസു രതി എന്നാ പറയുക. അപ്പോൾ വിശ്വക്സേന കഥാസു രതി. ഇനി ഇതെന്തിന് ഇപ്പം നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞില്ലേ, അഹൈതുകി അവ്യവഹിത അജസ്രം എന്നൊക്കെ പറഞ്ഞില്ലേ, ജ്ഞാനുണ്ടാവും, വൈരാഗ്യം ഉണ്ടാവും, ഭക്തിയോഗം കർമ്മയോഗത്തോടു കൂടി ചെയ്യാന്ന് വെച്ചാൽ, അപ്പോൾ എന്നിട്ടും ഉൽപാദയത് യതി എന്നിട്ടും ഇത് സംഭവിക്കണില്ലേക്കാ, ജനിക്കണില്ലേക്കാ, ഭക്തിഭാവം ജനിക്കണില്ല. ഈ വിഷ്ണുവിൻ്റെ കഥ കേൾക്കുമ്പോൾ അതിൽ താല്പര്യം വരണില്ലേക്കാ, നിറയേ, കണ്ണ് നിറയും, മനസ്സ് നല്ലോണം വിജൃംഭണം ചെയ്യും. അപ്പോൾ ആ ഭാവം നമുക്ക് കിട്ടണില്ല എങ്കിൽ കേവലം ആ പണി ശ്രമയേവ ആണ്, ഉറപ്പ്. ഹി കേവലം ശ്രമ ഏവ ഹി. വെള്ളത്തിൽ ഒരു വര വരച്ചാൽ നമ്മൾ വരച്ചില്ലേ, ഞാൻ പണിയൊക്കെ എടുത്തു, പക്ഷെ ഞാൻ അവിടെ വെള്ളത്തിൽ വര വരച്ചതൊന്നും കണ്ടില്ല. അപ്പോൾ ഒരാൾ സൂത്രം പറഞ്ഞു, എന്നാൽ കുമ്മായി ഇട്ട് നോക്കൂ. ആ കുമ്മായത്തിൻ്റെ പൊടി കൊടുത്തു, കുമ്മായത്തിൻ്റെ പൊടി ഇട്ട് നോക്കുമ്പോൾ ഇട്ട സമയത്ത് ആ വര കൃത്യമായിട്ട് കണ്ടു. കുറച്ചാണ്ട് കഴിഞ്ഞപ്പോഴോ ഒന്നും കാണാനില്ല. എനിക്ക് അപ്പമൊക്കെ കിട്ടി കേട്ടോ, ഭാഗവതനെ വായിക്കുമ്പോഴേ എനിക്ക് അപ്പമൊക്കെ കിട്ടി. പക്ഷെ പിന്നെയോ അത് അപ്പം തിന്നപ്പോൾ കഴിഞ്ഞു, അത് അപ്പം പോയി. അപ്പോൾ വിഷ്ണു കഥാസു രതി ഉണ്ടായാൽ അത് നമുക്ക് റിട്ടേൺ ഭഗവാൻ ഇങ്ങോട്ടും തരും നിരന്തരം. പിന്നെ കാരണമൊന്നും വേണ്ട, തടസ്സം ഉണ്ടാവില്ല, നിരന്തരം ഭഗവാൻ ഇങ്ങോട്ട് തന്നുകൊണ്ടിരിക്കും. എന്ത് വേണം? രതിഭാവം ഉണ്ടാവണം. നമുക്ക് രതി പറഞ്ഞാൽ ഒറ്റ രതി അറിയുള്ളൂ, ലൗകികം എന്ന് പറഞ്ഞപ്പോൾ ലൈംഗിക എന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം. കേൾക്കണത് തന്നെ അതാ ചന്തയ്യ, അതിൽ തന്നെ ശ്രദ്ധയും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് കിട്ടില്ല? ഈ വെള്ളത്തിൽ വരച്ച വര തന്നെയാവുള്ളൂ. അപൂർവം കുറച്ചുകൂടി ശ്രദ്ധിക്കണവർക്ക് കുമ്മായിട്ട പോലെ കിട്ടും. അവിടുന്ന് അങ്ങടോ പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമുക്കെന്ത് വേണം? സദാസമയത്തും ഭഗവാനിൽ ഭക്തിഭാവം ഉണ്ടാവണം. അങ്ങനെ ആയാൽ മാത്രമേ ഈ വിഷ്ണു കഥാസു രതി ഉണ്ടാവുള്ളൂ. അങ്ങനെ രതി ഉണ്ടായാൽ മാത്രമേ ഭക്തൻ എന്ന് പറയാൻ സാധിക്കുള്ളൂ. മാത്രമല്ല ആ ഭക്തിഭാവത്തിൽ എന്ത് വേണം? നിഷ്കാമമായിരിക്കണം, നിഷ്കളങ്കം ആയിരിക്കണം. ആഗ്രഹം പാടില്ല. അത് മറ്റേ ഈ കളങ്കം, കാപട്യം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ വേണം. അങ്ങനെ ആയാൽ എന്താ സംഭവിക്കുക? അത് പ്രവർത്തനത്തിന് ഫലമുണ്ടായിരിക്കും. നമ്മൾ പ്രവർത്തനത്തിന് ഫലം ആഗ്രഹിക്കാത്തവരാ ഭാഗവതന്മാർ. അപ്പോൾ ഈ പ്രവർത്തനത്തിന് ഫലം ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ എന്താ ഉണ്ടാവുക? ഭഗവാനിൽ ചേരാനുള്ള അനുമതി ഭഗവാൻ തരും, നമ്മളെ ഒപ്പം കൂട്ടിക്കൊണ്ടുപോകും. നമ്മളിവിടെ തന്നെ ജീവിക്കണതൊക്കെ ഇവിടെ തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, നമുക്കെന്തില്ല? ഈ ഭൗതികതയോട് ആസക്തിയില്ല, ലൗകികതയോട് ഒരു താല്പര്യമില്ല. അതൊക്കെ സ്വീകരിക്കണില്ലേ? അതൊക്കെ സ്വീകരിക്കണ്ടേ, കോടികൾ സമ്പാദിക്കണ്ടേ, നമ്മളത് മുഴുവൻ കൊടുത്തു തീർക്കണോ? ഇതാണ് യഥാർത്ഥത്തിലുള്ള ഭഗവത് അനുഗ്രഹം. കലികാലത്തിലെ ഭഗവാൻ പ്രത്യക്ഷാവ് ഇങ്ങനെയാണ്.
കാണുന്നില്ല ഭഗവാനെ. നമുക്കിത് തോന്നുന്നുണ്ടോ? നമ്മുടെ നമ്മുടെ ഈ ജീവിതത്തിൽ ഇങ്ങനെയാണോ ഞാനിത് അനുഭവിക്കുന്നത്? അപ്പോൾ നമ്മൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നതിൻ്റെ ഒരു ആദ്യത്തെ ഒരു ക്ലോസ് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞാൽ ഈ ആചാരവും വേണ്ട, അനുഷ്ഠാനവും വേണ്ട. സദാസമയത്തും കാക്കശ്ശേരി ഭട്ടതിരിപ്പാടിൻ്റെ കഥ നമ്മൾ പറയാറുണ്ട്. കാക്കശ്ശേരി ഭട്ടതിരിപ്പാടിന് ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനസ്വരൂപനാണ് അദ്ദേഹം. അത്രയും കൂടുതൽ ജ്ഞാനമുണ്ട്. അപ്പോൾ കൂട്ടുകാരായിട്ടുള്ള പലരും ഇതേന്ന് വെച്ചാൽ കറുത്ത് മെലിഞ്ഞൊരു ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ എന്താ കുളിക്കാൻ തേവാരൊന്നും ഇല്ലേ എന്ന്, ഈ തേവാരമൊക്കെ കഴിഞ്ഞുള്ള ആൾ എന്നൊരു പറയുക. എന്താ ഊക്കണമൊന്നുമില്ലേ, സന്ധ്യാവന്തനൊന്നും ഇല്ലേ ചോദിക്കുകയാണ്. സന്ധ്യക്കല്ലേ? അപ്പോൾ സന്ധ്യ അല്ല, ഇവിടെ സന്ധ്യ ഇല്ല. രണ്ടും കൂടി കൂട്ടി, ഇരുട്ടും പ്രകാശവും കൂടിയിട്ട് കൂട്ടി യോജിപ്പിക്കുമ്പോഴല്ലേ ആ പ്രശ്നമുള്ളൂ. എപ്പോഴും ഉച്ചസ്ഥായിലാണ് സൂര്യൻ നിൽക്കുന്നത്. ഈ ജ്ഞാനം നിൽക്കുന്നത് മാക്സിമത്തിലാണ്. നമുക്ക് ഉച്ച സമയത്ത് എങ്ങനെയാണോ നമ്മൾ പുറത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ പ്രകാശത്തെ അനുഭവിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഉച്ച സമയത്ത് ഈ കുംഭമീന മാസങ്ങളിൽ കുറച്ച് കാലമായിട്ട് മഴയൊന്നുമില്ല, അങ്ങനെ വളരെ ചൂടായിട്ടാണ് ഭൂമി നിൽക്കുന്നതൊക്കെ. അത് ഇപ്പോൾ പുഴയിൽ മണലാണ് വെച്ചാൽ പുഴയിൽ വെള്ളമില്ല. അപ്പോൾ മണൽ ചുട്ട് പഴുത്തുണ്ടോ? നമുക്ക് ആ മണലിൽ നിൽക്കാൻ പറ്റുമോ? സൂര്യൻ്റെ പ്രകാശം മുകളുന്നുണ്ടാകുമ്പോൾ ആ ചൂട് നമുക്ക് താങ്ങാൻ പറ്റുമോ? ഇദ്ദേഹത്തിന് ആ ചൂടും ആ മറ്റേ മണലിൻ്റെ ചൂടും സൂര്യൻ്റെ ചൂടും പ്രശ്നമല്ല. അത് നമ്മൾ കൂട്ടിയാൽ പറ്റില്ല. അദ്ദേഹം അങ്ങനെ ഒരു ഉച്ചസ്ഥായിലാണ് നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് സന്ധ്യ ഇല്ല. സന്ധ്യ ഇല്ലാത്തതുകൊണ്ട് എന്ത് വേണ്ട? തേവാരം വേണ്ട. നമുക്ക് തേവാരം ഉണ്ടായാലും സന്ധ്യ ഉണ്ടായാലും മഴയും കൊള്ളാൻ പറ്റില്ല, വെയിലും കൊള്ളാൻ പറ്റില്ല, മഞ്ഞും കൊള്ളാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. അപ്പോൾ എങ്ങനെ വേണം ഇത് ഈ ഒരു ഭാവത്തിലെത്തും? എങ്ങനെ? ഇങ്ങനെയൊക്കെ ചെയ്താൽ. അതുകൊണ്ട് ധർമ്മഃ സ്വ അനുഷ്ഠിത, ധർമ്മം നന്നായിട്ട് തന്നെ അനുഷ്ഠിക്കണം. പിന്നെയോ പുംസാം, അങ്ങനെയുള്ള ജീവനുകൾക്ക് വിശ്വക്സേന കഥാസു, ഈ ഭഗവാന്റെ സകലസ്വരൂപം വന്നിട്ടുള്ള ചെയ്തിട്ടുള്ള പലർക്കും പല അനുഗ്രഹങ്ങളെയും കൊടുത്തതായിട്ടുള്ള അതിൽ യഹ, ആരാണോ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് അവർക്ക് ഉൽപാദയേത് ഇല്ല, ഉൽപാദയത് ജനിക്കുക എന്നുള്ള ഭാവം വരുന്നില്ല, ഉൽപാദിപ്പിക്കുന്നില്ല. യതി അങ്ങനെയാണെങ്കിൽ രതിം, ഈ രതിയെ ഏത് ഭഗവാനിൽ വിശ്വക്സേന കഥാസു വിശ്വക്സേനന്റെ കഥകളിൽ രതി കിട്ടുന്നില്ല എങ്കിൽ, അത് ഈ ചെയ്യുന്ന പ്രവൃത്തികളില്ലേ, ഈ ധർമ്മം സ്വനുഷ്ഠിതം, ആ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നത് അത് ശരിയല്ല എന്ന് തന്നെയാണ്. ശ്രമ ഏവഹി കേവലം, അത് വെറും ശ്രമം മാത്രമാണ്. ഇവിടെ ഇങ്ങനെ പറഞ്ഞു. ഇനി ഭഗവാൻ ആവർത്തിച്ച് പറയും, നിങ്ങൾക്ക് ഒന്നും വേണ്ട, നിങ്ങൾ പണി ചെയ്തുകൊണ്ടേ ഇരുന്നോളാം. നിങ്ങൾക്ക് ഇപ്പം ഞാൻ പണിയെടുത്തു, എനിക്ക് കിട്ടിയില്ല, ഞാൻ വെള്ളത്തിൽ വരച്ചില്ലേ, ഞാൻ വടിയെടുത്തു, അല്ലെങ്കിൽ എൻ്റെ വരൽ ഞാൻ എടുത്തു, വര കണ്ടു, പിന്നെ ഇല്ല, എന്തേ ഉള്ളൂ, ഞാൻ അവിടെ വരച്ചു, അപ്പം ഞാൻ വര കണ്ടു, എൻ്റെ ബോധം എൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ കുമ്മായിട്ടു, കുറേ നേരം കണ്ടു കേട്ടോ. പിന്നെ ചിന്തിക്കേ, ഇത് സ്ഥായിയായിട്ട് നിൽക്കാൻ എന്താ വേണ്ടേ? അപ്പം നമ്മൾ ഒരു പാത്രത്തിലാണെന്ന് കൂട്ടുക, അതിൻ്റെ നടുക്കിൽ ഒരു പ്ലേറ്റോ ഒരു ഗ്ലാസ്സോ ചില്ല് ഇറക്കി വെക്കുകയാണെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആവുമെന്നുള്ള തർക്കമില്ലല്ലോ. ചില്ലാണെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ വ്യത്യാസം മനസ്സിലാവില്ല. അത് പ്ലേറ്റോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒരു പാത്രമാണെന്ന് വെച്ചാൽ നമ്മൾ കൈ കിട്ടണ വയ്ക്കുക, ഞാൻ ഉദ്ദേശിച്ച അത്രയേ ഉള്ളൂ. ഒരു പലക വെച്ചാലും മതി, രണ്ടായിട്ട് തന്നെ കാണും. നമുക്ക് എങ്ങനെ വേണിച്ചാൽ ഈ ഒരു ഭാഗത്ത് ലൗകികം, മറ്റേ ഭാഗത്ത് ആധ്യാത്മികം. അപ്പോൾ ഈശ്വരനെ സ്വീകരിക്കാനും മറ്റത് വേണ്ടാക്കാനും നമുക്ക് പറ്റും. ദേഹബോധത്തിൽ നിന്ന് ജീവബോധത്തിലേക്ക്, പരമാത്മാബോധത്തിലേക്ക് എത്തും. വെള്ളം രണ്ടും ഒന്നാ. നമ്മൾ ഈ ജീവൻ ഈ ശരീരത്തെ ഉപേക്ഷിച്ച് പോകുന്നത് വരെ വെള്ളം രണ്ടും ഒന്നാ. പക്ഷേ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കും. ഇപ്പം അതിൻ്റെ ഉള്ളിൽ മത്സ്യം ഉണ്ടായിരുന്നു എന്ന് കൂട്ടാം. നമ്മളൊരു ചതുരപാത്രത്തിൽ ഇപ്പോൾ ചില്ലും കൂടെ അങ്ങനെയാണല്ലോ, ചതുരപാത്രത്തിൽ അതിൽ അക്വേറിയം, അതിൽ നിറച്ച് മത്സ്യങ്ങളുണ്ടെന്ന് കൂട്ടുക. അതിൻ്റെ അടിയിൽ മറ്റു കാര്യങ്ങളൊന്നുമില്ല, അതായത് ഈ കല്ലും ഒരുട്ടൊക്കെ ഉണ്ടല്ലോ, അതൊന്നുമില്ല. നമ്മൾ ഈ ഗ്ലാസ് കറക്റ്റായിട്ട് ഏറ്റവും അറ്റത്ത് അങ്ങോട്ട് ഇറക്കി എല്ലാ മത്സ്യങ്ങളെയും അങ്ങനെ മത്സ്യം ഇങ്ങോട്ട് പോവില്ല, ഈ വെള്ളം ഇങ്ങോട്ട് തിരിച്ച് പോവുകയും ചെയ്യും. ആ രീതിയിലുള്ള ഗ്യാപ്പാണ് വെച്ചാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ മത്സ്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് പെടും, വെള്ളം ഇപ്പുറത്ത് ശുദ്ധമായിട്ട് കിടക്കുകയും ചെയ്യും, അതിൽ മത്സ്യങ്ങളുണ്ടാവില്ല.
എന്താ കാരണം? നമ്മൾ ഈ ചില്ലുകൊണ്ട് ഇങ്ങനെ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. മത്സ്യമുള്ള ഭാഗം ലൗകികം, മത്സ്യമില്ലാത്ത ഭാഗം അലൗകികം, ഈശ്വരഭാവം. നമ്മൾ ദേഹബോധത്തിലിരിക്കുക, നമുക്ക് ഈ മത്സ്യം വേണ്ട, അതിനെ വൈരാഗ്യത്തോടു കൂടി ഉപേക്ഷിച്ചു. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ നമ്മിലേക്ക് വരുന്നതിനെ ഉപേക്ഷിക്കുന്നത്, ഇങ്ങനെ നമ്മൾ സങ്കല്പിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് വരും? ഇതിനൊരു ഒട്ടൽ വരില്ല. അപ്പം ഈ ആസക്തി വരാത്ത ഭാവം എപ്പോഴാണോ നമ്മിൽ വരുന്നത്, ലോഭം നമുക്ക് വരാതിരിക്കുന്നത്, നമുക്ക് ആഗ്രഹമേ ഇല്ല. പിന്നെന്താ ആ ലോഭം? ആഗ്രഹമില്ലാത്ത ആൾക്ക് പിന്നെ ലോഭം വരും? ഒരിക്കലും വരില്ല. അപ്പോൾ വൈരാഗ്യത്തോടു കൂടിയിട്ട് ഭഗവാനെ ആശ്രയിക്കുമ്പോൾ ഭഗവാൻ യഥാർത്ഥത്തിലുള്ള ജ്ഞാനം തരും. ആ ജ്ഞാനം കൊണ്ട് ഭഗവാനിലെത്താൻ വേറെ തടസ്സമില്ല. പിന്നെ നേരിട്ട് ഭഗവാനിലെത്താൻ സാധിക്കും. അതല്ലെങ്കിലോ ഇത് ശ്രമയേവഹി കേവലം. വെള്ളത്തിലൊരു വര വരച്ചാൽ അത്രയേ ഉണ്ടാവുള്ളൂ. അക്വേറിയത്തിൻ്റെ ഉള്ളിൽ ഒരു വര ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ രണ്ട് പുറത്തും മത്സ്യം ഉണ്ടാവും, വെള്ളവും നിൽക്കുന്നുണ്ടാവും. ഒരു ഫലവും ഉണ്ടാവില്ല. മറ്റേ സെപ്പറേറ്റ് ആക്കാൻ സാധിക്കും. ധർമ്മ സ്വനുഷ്ഠിത പുംസാം വിശ്വക്സേന കഥാസൂയ നോൽപാദയത് യതി രതിം ശ്രമ ഏവ ഹി കേവലം. അപ്പം നമ്മൾ കുറച്ച് ജ്ഞാനത്തോട് കൂടിയിട്ട് ഭാഗവതത്തെ പഠിച്ച് ആ ഭാഗവത ധർമ്മത്തെ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ സഹായിക്കും. അതല്ലെങ്കിൽ അത് ഭഗവാൻ നമ്മളെ സഹായിക്കില്ല എന്ന് വിചാരിച്ചിട്ട് കർമ്മം ചെയ്യാതിരിക്കരുത്. വെറുതെ ചെയ്തോളുക. കാരണം കുറച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ആദ്യം പറയുന്നുണ്ട്, ഇതിങ്ങനെ ചെയ്ത് നമ്മിലേക്ക് ഭഗവാൻ എപ്പോഴാണോ ഈ പ്രാരബ്ധം തീർക്കുന്നത് അപ്പോൾ ക്രമേണയായിട്ട് കുമ്മായം ആ അവസ്ഥയിൽ വരും. കുറച്ച് കഴിഞ്ഞാൽ ഈ ചില്ല്, നമ്മൾ അക്വേറിയത്തിൻ്റെ ചില്ല് നീക്കിയില്ലേ, ആ ചില്ല് അവസ്ഥയിലേക്ക് എത്തും. പിന്നെ ഈ ഇടത് ഭാഗത്തുള്ള വെള്ളം, നമ്മൾ വലത്തോട്ടാ ചില്ല് നീക്കിയതെന്ന് കൂട്ടുക. അപ്പോൾ ഇടത് ഭാഗത്തുള്ള വെള്ളം, മത്സ്യമില്ലാത്തതായിട്ടുള്ള വെള്ളം മുഴുവനായിട്ടും പറ്റിക്കോളും. ലൗകികത്തിൽ മത്സ്യം ഉണ്ടായാൽ എന്താ, വെള്ളം ഉണ്ടായാൽ എന്താ, നമുക്ക് ആവശ്യമില്ലാതെ നമ്മൾ ഈ ദേഹം തന്നെ ഉപേക്ഷിക്കുക. നമ്മൾ ഈ സർവ്വവ്യാപിത്വമായിട്ടുള്ള ആകാശത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആകാശത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് ശബ്ദബ്രഹ്മത്തിലേക്ക്, ഓങ്കാരത്തിലേക്ക് എത്തുക. അത് കഴിഞ്ഞാൽ ബ്രഹ്മത്തിലേക്ക് ലയിക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ കിട്ടണം. അങ്ങനെ കിട്ടുന്നത് വരെ നമ്മൾ ഇങ്ങനെ ചെയ്തേ പറ്റൂ. അപ്പോൾ ധർമ്മസ്യ ഹി അപവർഗസ്യ ന അർത്ഥഃ അർത്ഥായ ഉപകൽപ്പതേ ന അർത്ഥസ്യ ധർമ്മ ഏകാന്തസ്യ കാമഃ ലാഭായ ഹി സ്മൃത. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മറ്റൊരു പ്രകരണം ആണ്. ഞാൻ ഈ ശ്ലോകം വായിച്ചാണ്ട് വയ്ക്കുകയാണ്. അത് അടുത്തതിൽ പറയാം. സർവത്ര, ഇതിപ്പോൾ ഒമ്പതാമത്തെ ശ്ലോകം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ